ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു DIY വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ക്രയോൺസ് ഇല്ലേ, ഇതെല്ലാം ഒടിഞ്ഞ ക്രയോൺസ് ആണ്. അതായത് കുട്ടികൾ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന, അവർക്കത് ഒടിച്ചൊടിച്ച് കളയത്തില്ലേ കുറേയൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ അവർക്ക് ഒടിക്കാനും ഇഷ്ടമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ക്രയോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പേപ്പർ പൊളിച്ച് മാറ്റുക, പിന്നെ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ ക്രയോൺസ് എല്ലാം പിന്നെ അവർ യൂസ് ചെയ്യത്തുമില്ല ഇച്ചിരി ചെറുതായി കഴിയുമ്പോഴത്തേക്കിനും. അപ്പോൾ അങ്ങനെയുള്ള ആ കുഞ്ഞു കുഞ്ഞു പീസല്ലേ, അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ സിലിക്കോണിൻ്റെ ബേക്കിംഗ് മൗൾഡാണ് കേട്ടോ. ഇത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൺസ് ഈ ക്രയോൺസ് ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം മിക്കവാറും ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെ ഇത് എടുക്കാറുള്ളത്. വേറെ അഡീഷണൽ ബേക്കിംഗ് മൗൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് വീണ്ടും നമ്മളുടെ ഫുഡ് ഐറ്റംസിന് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കോളും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെയിം കളറുള്ള ക്രയോൺസ് എല്ലാം കൂടെ ഈ ബേക്കിംഗ് മൗൾഡിൻ്റെ ഓരോ സെല്ലിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിം കളറിൽ തന്നെ ക്രയോൺസ് റീസൈക്കിൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സെയിം കളറൊന്നുമില്ല, പല പല കളേഴ്സിൻ്റെ പീസസ് ഉള്ളതെങ്കിൽ അത് മിക്സ് ചെയ്ത് വെച്ചാലും മതി. ഞാൻ അടുത്ത സെഷനിൽ അത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിനി ഇത് ബേക്കിംഗ് മോഡിലാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഗ്യാസ് ഓവനാണ്. നമ്മൾ ബേക്ക് ചെയ്യുന്ന ഏത് ഓവനിൽ വേണമെങ്കിലും വെക്കാം. ഇത് അതല്ലാതെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയും ചെയ്യാം. ഓവൻ ഓണാക്കിയിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന ക്രയോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മൗൾഡ് അത് അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വെച്ച് കൊടുത്ത ക്രയോൺസ് എല്ലാം തന്നെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡോറ് തുറക്കണം എന്നില്ല, അകത്തുനിന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും അത് മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. നല്ല ഹോട്ടായിരിക്കും കേട്ടോ, അപ്പോൾ കുറച്ച് സൂക്ഷിച്ചെടുക്കണം. പിന്നെ എടുക്കുമ്പോഴത്തേക്കിനും അത് കുറച്ചിങ്ങനെ പാളി പോകും കേട്ടോ, കാരണം ഇത് ഓൾറെഡി മെൽറ്റായിട്ട് ലിക്വിഡ് ഫോമിലിരിക്കുമല്ലേ. അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് എടുത്താൽ മതി. ആ ഗ്രേ കളറുള്ളത് ഇപ്പം ഞാൻ എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തൂവി പോയതാ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. കുറച്ചൊന്ന് കെയർ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം. അതൊന്ന് അപ്പോൾ ചൂടായിട്ടിരിക്കില്ല, നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതങ്ങ് സെറ്റാവും. തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ മൗൾഡിൽ നിന്ന് ജസ്റ്റ് അങ്ങ് വിടിയിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, പലതിനും നല്ല ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു നമ്മൾ വെച്ച് കൊടുക്കുന്ന മൗൾഡ് ഏതാ ആ ഷേപ്പിൽ തന്നെ വരും. ഞാൻ അടുത്ത സെറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല അടിപൊളി കിറ്റീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് കുറച്ചും കൂടെ വലിയ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയുള്ള സിലിക്കോണിൻ്റെ മൗൾഡ് കിട്ടും, ബേക്കിംഗ് മൗൾഡ്. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് പിടിക്കാനൊക്കെ കുറച്ചും കൂടെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടായാലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴയ ക്രയോൺസിനെയൊക്കെ നല്ലതുപോലെ റീസൈക്കിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കുറേ നാൾ ഇങ്ങനെ അങ്ങ് ഓടിക്കോളും. ഇത് കാണുമ്പോഴത്തേക്കിനും വേറെ ആർക്കെങ്കിലും ഇതുപോലെ യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണേ. ആമയ്ക്ക് ഈ ഒരു പ്രോസസ്സ് ഇഷ്ടമായത് കാരണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തപ്പോഴത്തേനും കണ്ടോ നമുക്ക് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനുള്ള ക്രയോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.